എല്ലാവർക്കും വീട്ടോക്സിലോട്ട് സ്വാഗതം. ഇന്നത്തെ ചാലഞ്ച് ഫാസ്റ്റ് മീഡിയം സ്ലോ. ഫാസ്റ്റ് മീഡിയം സ്മോൾ. ചാലഞ്ച് എന്താന്ന് മനസ്സിലായ സ്ഥിതിക്ക് ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്ലോ കിട്ടുന്ന ആള് സ്ലോ ആയിട്ട് തന്നെ തിന്നണം. ഫാസ്റ്റ് കിട്ടുന്ന ആള് എത്ര ഫാസ്റ്റിൽ തിന്നാൻ വേണ്ടി അത്രയും ഫാസ്റ്റിൽ തിന്നണം. അപ്പൊ നമ്മള് ഫാസ്റ്റ് കിട്ടുന്ന ആളെ പെട്ടെന്ന് തിന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? തിന്നില്ലേ പണിഷ്മെന്റ് കിട്ടും. ഞാൻ പറയുന്ന സ്പീഡിൽ തിന്നണം. അപ്പൊ നമുക്ക് ആദ്യം നമ്മുടെ ഐറ്റം വരണോ അതോ ചീട്ട് ഇടണോ? ചീട്ട് ഇട്ടിട്ട് ഐറ്റം വരുത്താല്ലേ? ഫസ്റ്റ് നമ്മുടെ എഡ്വിൻ ബിസിബി തുറക്കുന്നതായിരിക്കും. സ്ലോ ആണ് ഫാസ്റ്റ് ആണ് മീഡിയം തുറക്കട്ടെ. ഞാൻ കാര്യം സാധനം വന്നിട്ട് തിന്നണം, മനസ്സിലായോ? അപ്പൊ നമ്മള് പുതിയ ആള് നമ്മുടെ ചാർലി തുറക്കുന്നതായിരിക്കും. കുറച്ച് പഴയതാണ്. സ്ലോ ചാർലിക്ക് സ്ലോ ആണ്. അപ്പൊ പിന്നെ മീഡിയം ആയിരിക്കും. അപ്പൊ ഫസ്റ്റ് റൗണ്ടിൽ കാഴ്ച കൊമ്പൻ രക്ഷപ്പെട്ടു. കാരണം മീഡിയം കിട്ടുന്ന ആളാണ് അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ഫസ്റ്റ് ഐറ്റം കൊണ്ടുവരാം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ എന്താ ചാർലി? ഇത് ക്രീം ബൺ. ക്രീം ബൺ കാഴ്ച ഒക്കെ ചൂടുണ്ടോ? ചൂടില്ല. ഇതെന്താ പൊളിച്ചോ? നിനക്ക് ഏതാ കിട്ടിയത്? എനിക്ക് മീഡിയം. നോർമൽ കഴിക്കുന്ന ഓക്കെ. ചാർലിക്ക് സ്ലോ. എത്രത്തോളം പയ്യ കഴിയാണ് പൊളിച്ചൊക്കെ നോക്കുന്നു. അണ്ണൻ വിചാരിച്ചാലും ഇവിടുത്തെ ചലഞ്ച് എങ്ങനെയാ? അപ്പൊ എന്നാ തുടങ്ങാം. ഫാസ്റ്റ് സ്ലോ ആണ് എനിക്ക് കാണേണ്ടത്. ഓക്കെ, നീ പയ്യ കടിക്കുക, പയ്യ ഇങ്ങനെ വെളുത്തില്ല. എങ്ങനെ വരും അങ്ങനെ ചെയ്യേണ്ടി വരും. പണിഷ്മെന്റ് തരാം. മീഡിയം കിട്ടിയ ആള് പയ്യെ ഇത് കഴിക്കില്ല. അപ്പൊ പണിഷ്മെന്റ് കൊടുക്കണ്ടേ? നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. സ്റ്റാർട്ട് ചെയ്തോ. 3, 2, 1. നീ കഴിക്കേണ്ട ആവശ്യമില്ല. നീ കഴിക്കണ്ട. നിനക്ക് പണിഷ്മെന്റ് തന്നെ. നീ അതോടെ വെക്ക്. അല്ല, നീ ഫാസ്റ്റ് ആണ്. പെട്ടെന്ന് കഴിച്ചോ. നിന്റെ മുഖം കാണട്ടെ കുട്ടാ. ഇത് താഴ്ത്തി വെക്കുക. ഓക്കെ, ഇത് സ്ലോ ആണ്. ഇത് ചവച്ചോണ്ടിരിക്കണം. എടാ, എല്ലാം കൂടി ഇട്ട് വായിലോട്ട് ഇടല്ല. ചവയ്ക്കണ സ്പീഡ് കൂട്ടണം, മനസ്സിലായോ? ഇത് കഴിച്ചു നീ ഒരു കടി കടിച്ചുള്ളൂ. ചവയ്ക്ക് പെട്ടെന്ന് ചവയ്ക്ക്. മക്രിക്ക് ഒരു പണിഷ്മെന്റ് വരണ പോലെ തോന്നുന്നുണ്ട്. സ്പീഡിൽ ചവയ്ക്കണം. ചവച്ചോണ്ടിരിക്കണം. നല്ല സ്പീഡിൽ ചവയ്ക്ക്. സ്പീഡിലേക്ക്. എന്ത് നീ സംസാരം നോർമൽ സംസാരിച്ച അത് സ്ലോ ആയ ഒരു കയ്യബദ്ധം നാറ്റുകരുത്. എന്തോ പുള്ളി സ്ലോ ആയൊരു മയം. നാവോ സ്പീഡ് കുറച്ചൊരു പണിഷ്മെന്റാ. ഇവിടെ അമേകാട്ടി സ്ലോ ആയ ഫസ്റ്റ് റൗണ്ടിൽ രണ്ടുപേരും ഇവിടെ റൂള് തെറ്റിച്ചിരിക്കുന്നു. അവസാനം ഇവനാ കാരണം. ഇവനാണ്. അപ്പൊ നമുക്ക് ചെറിയൊരു പണിഷ്മെന്റ് കൊടുക്കാമല്ലോ അല്ലേ? ചാർലി ചേട്ടൻ അന്യൻ മുടിയൊക്കെ കഴിച്ചിട്ട് അഭിനയിക്കറിയാവോ? അപ്പൊ കൊമ്പനും തയ്ച്ചിടും. അപ്പൊ നമുക്ക് ഫസ്റ്റ് റൗണ്ടിൽ രണ്ടുപേർക്കാണ് പണിഷ്മെന്റ് കൊടുക്കാനുള്ളത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പൗഡർ ചൂസ് ചെയ്തിട്ടുണ്ട്, ഒരു സ്കെച്ച് പെൻ ചൂസ് ചെയ്തിട്ടുണ്ട്. നീയാണ് മേക്കപ്പ് ചെയ്തോളൂ. ഓക്കെ, സുന്ദര കുട്ടപ്പൻ ആക്കണേ. അതായത് ഇത് വെച്ചിട്ടായിരിക്കും ഈ ചാലഞ്ച് മൊത്തം വരെ ഇരിക്കേണ്ടത്. അത് വേണോ? ബെസ്റ്റ് മേക്കപ്പ് മാൻ ആണ്. കണ്ണടക്കി കണ്ണുകൂടെ കണ്ണുമുഖൊക്കെ അടുത്ത മതിയാണ്. ഇത് എന്തോ ഇത് കൊല്ലാൻ പോണ ഓർഡർ കൊണ്ട്.
രണ്ടാമത്തെ റൗണ്ട് ഗൈസ്. ഓക്കെ, രണ്ടാമത്തെ റൗണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവിടെ വെച്ചിട്ടുള്ള അല്ല രണ്ട് ശവങ്ങൾ ഇരിക്കുന്നു. ഓക്കെ സോ ഗൈസ്, അപ്പൊ നമ്മൾ രണ്ടാമത്തെ റൗണ്ടിൽ നമ്മൾ ഷവർമയാണ് ഗൈസ് ഓക്കെ വെച്ചിട്ടുള്ളത്. അപ്പൊ ഇതിൽ ആർക്കൊക്കെയാണ് ഇനിയിപ്പോ മറ്റേ സ്ലോ മീഡിയം ഫാസ്റ്റ് കിട്ടുക എന്ന് അറിഞ്ഞൂടാ. ഓക്കെ, എന്താണ് പയ്യെ കഴിക്കണം അല്ലേ? ഇതും പയ്യെ കഴിക്കില്ല. പയ്യെ കിട്ടിയ ഇങ്ങനെ വേണമെന്നില്ല, ഇങ്ങനെ ഒറ്റ വാരി പാതി കടിക്കും. പാനിപ്പൂരി ചലഞ്ച് എനിക്ക് മനസ്സിലായ ഇയാളുടെ ഈ തൊള്ളയുണ്ടല്ലോ ആദ്യം കൊമ്പ് നോക്കും. മനസ്സ് പറയുന്നത് സ്ലോ ആണ്. ഗൈസ് ഓക്കെ, ഇനി ചാലോ പൊട്ടനെ ലോട്ടറി അടിക്കാന്ന് കേട്ടിട്ടേ ഉള്ളൂ. അടിച്ചല്ലേ ലോ കിട്ടിക്കാ ഫാസ്റ്റ്. ഗൈസ് ഓക്കെ, അപ്പൊ ഇവിടെ സ്ലോ ആണ് കിട്ടിയിട്ടുള്ളത്. സോ ഗൈസ്, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, 3, 2, 1. എന്തായാലും ഗൈസ് ഓക്കെ, ചാലഞ്ച് തുടങ്ങിയിട്ട് കൊമ്പൻ എന്തായാലും നല്ല ഭാഗ്യമുണ്ട്. മറ്റേ മീഡിയം ആണ് കിട്ടിയിട്ടുള്ളത്. പക്ഷേ പണിഷ്മെന്റ് വാങ്ങിയായിരുന്നു, അതാ കോമഡി. സ്പീഡ് ചമയ്ക്കണം, കുറച്ചുകൂടി സ്പീഡ് കൂട്ടി. ചാമിയെ കൊണ്ട് പറ്റും. ഈ ഷവർമന്റെ കൂടെ ഒരു മുളകും 2 കുക്കുമ്പറുണ്ട്, ഇതും കഴിക്കണം. അത്യാവശ്യം നല്ല വാസന. ഇതാണ് സ്ലോ. സ്ലോ എന്ന് പറഞ്ഞാൽ ഇതായിരിക്കണോ കേട്ടോ. ചത്ത ജീവൻ അറിയണില്ലല്ലോ. അയ്യോ എടാ, ഇത് വേണമെങ്കിൽ ഇതിന്റെ ഇടയിൽ വെച്ച് കഴിച്ചു അല്ലേ, അത് ഒറ്റയ്ക്ക് കഴിക്കേണ്ടി വരും. ബുദ്ധി ഉണ്ടാ. മുളക് സാധാരണ കഴിക്കാത്തതാണ്. ഇതാണ് സ്ലോ. ചാലഞ്ചിൽ ഇത് പയ്യെ താത്ത് വെച്ചോ. ഇവിടെ ഫാസ്റ്റ് കംപ്ലീറ്റ് ആക്കിയിരുന്നു. അടിപൊളി 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 അടിപൊളി. സ്പീഡിൽ കഴിക്കാൻ തോന്നുന്നുണ്ടോ കുട്ടിക്ക്? ഇങ്ങനെ നിന്നാ മതി, അടുത്ത കടി അടിക്കണ്ടേ? സമയം തീരാനായിട്ടുണ്ട്. ഞാൻ അനുഭവിച്ചതേ ഇന്നലെ നീ വന്ന് പറഞ്ഞില്ലേ, അനുഭവിച്ചു. ഈ റൗണ്ടിന്റെ സമയം തീർന്നിട്ടുണ്ട്. നമ്മുടെ ഈ റൗണ്ട് ഒരു അവസാനിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ നെക്സ്റ്റ് റൗണ്ടിൽ പോവാം. അടുത്തത് ആയിട്ടാണ്. യെസ് ഗൈസ് ഓക്കെ, അപ്പൊ നമ്മുടെ ഈ റൗണ്ടില് നമ്മൾ ബിങ്കോ മാഡ് ആംഗിൾസ് ആണ് ഗൈസ് ഓക്കെ നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതിൽ ആദ്യം തുറക്കാൻ പോകുന്നത് ചാർലി. ചാർലി അത് ഫാസ്റ്റ് ആണല്ലോ. ചാർലി അത് കണ്ടിട്ട് എനിക്ക് ഫാസ്റ്റ് ആയിട്ട് തോന്നുന്നു. ഇത് കുഴപ്പമില്ല, ഇത് ഫാസ്റ്റ് ആണെങ്കിലും കഴിക്കാൻ പറ്റില്ല. അണ്ണാക്ക് കീറി പോവുകയാണ്. അപ്പൊ ഇവിടെ ഫാസ്റ്റ്, ഇവിടെ സ്ലോ, ഇവിടെ മീഡിയം ആണ് ഗൈസ് ഓക്കെ. കൊമ്പൻ എന്ന് പറഞ്ഞ ചാലഞ്ച് എങ്ങനെയൊക്കെ അടിപൊളിയാക്കാൻ പറ്റുന്നോ അതുപോലെ അടിപൊളിയാക്കാം. അതാണ് കൊമ്പൻ. ഫാസ്റ്റ് ആയിട്ടില്ല, ഫാസ്റ്റ് തിന്നണില്ലേ. ഇവിടെ മേലെ വരുമ്പോൾ ചലഞ്ച് തീരും. അതാ പറഞ്ഞത് ഗൈസ് ഓക്കെ, നമുക്ക് മീഡിയം കിട്ടിയാൽ തിന്ന് തീരുന്നവരെ നമുക്ക് സമയമുണ്ട് കേട്ടോ. നീ തിന്നതിന് തിന്നിട്ട് വേണ്ടി നിന്റെ തീരണം. അപ്പൊ നീ നോർമൽ സ്പീഡിൽ തിന്നാവും. ഇതെന്താ വേണമെങ്കിൽ ഫ്രിഡ്ജ് കളിക്കുന്ന ചവക്കണം. അപ്പൊ നമ്മുടെ ഈ ഒരു റൗണ്ടിന്റെ കുറെ സമയം തീർന്നിട്ടുണ്ട്. നമ്മുടെ സ്ലോ കിട്ടിയ ആള് ഗായ്സ് നോക്കാം, ഇത്രയും ബാക്കിയാണ് കേട്ടോ. ആകെ ഇത്ര ഉള്ളത്, അതിൽ ഇത്രയും ബാക്കി. മതി സമയം കഴിഞ്ഞ്. കളിക്കാൻ പഠിച്ച സ്ഥിതിക്ക് നമുക്ക് അടുത്ത റൗണ്ട് കുറച്ചും കൂടി ഒന്ന് വെറൈറ്റി ആക്കാം അല്ലേ. സോ ഗായ്സ് ഓക്കെ, അപ്പോ നമ്മുടെ ഇത് എത്ര റൗണ്ട്? നാലാമത്തെ. അത് കറക്റ്റ് എണ്ണി ഐറ്റംസ് വരട്ടെ. ഇല്ല, ഐറ്റംസ് വന്നിട്ട് ബാക്കിയുള്ള പറയാം. പിടിച്ചോ, ഇങ്ങനെ പിടിച്ചോ, എല്ലാവരും ഇങ്ങനെ പിടിച്ചോ. പിടിച്ചല്ലോ എന്നാ ഐറ്റംസ്. അവന്റെ അപ്പഴേ വീട്. ഇതിപ്പോ ഏത് കിട്ടിയാലും പണിയാണല്ലേ. അയ്യോ, ഈസി. സ്ലോ ആണ്, മീഡിയം ആണ്, ഫാസ്റ്റ് ആണ്? അത് സ്ലോ ആണ് ഏറ്റവും പാട്. അല്ല അതാകുമ്പോ അധികം കഴിക്കണ്ടല്ലോ. അത് ശരിയാണല്ലോ. മീഡിയം കഴിച്ചു തീരുന്ന ആള് വരെ അവൻ സ്ലോ കഴിച്ചാ മതില്ലേ. എന്നൊരു സർപ്രൈസ് പറയട്ടെ, സ്ലോ കട്ട് ചെയ്തു. ഇതെന്തിനിങ്ങനെ പിടിച്ചോണ്ടിരുന്ന കഴിഞ്ഞതൊക്കെ താഴ്ചോളൂ. പുതിയ ആളായതല്ലേ, പഠിച്ചു വരുന്നേ ഉള്ളൂ. ഗൈസ് ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഓക്കെ, ആദ്യം നമ്മുടെ ചാർലി ഇത് സ്ലോ അല്ലടാ. കൊമ്പ തുറക്കുന്നതാണ്. പിന്നെ കുഴപ്പമില്ല, പക്ഷെ മീഡിയം ആണ് ഈ ശോകം. ഒറ്റടിക്ക് തിന്ന് മീഡിയം പയ്യെ നിന്ന് തീർക്കണം. നിങ്ങൾക്ക് ഫാസ്റ്റ്, സ്ലോ, മീഡിയം. ഓക്കെ, എന്നാ പിന്നെ 3, 2, 1. ഇറക്കിയിട്ട് വെള്ളം കുടിക്കാവുള്ളൂ. കൊമ്പൻ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. കൊമ്പൻ ഫിനിഷ് ചെയ്തിട്ടുണ്ട്.
മീഡിയം കഴിക്കും സഹോദര, മീഡിയം കഴിക്കും. എന്താന്നറിയില്ല, എത്തണില്ല. മീഡിയത്തിൽ കഴിച്ചാൽ മതി കേട്ടോ, സ്പീഡ് കൂടുതൽ. കയ്യേ ഒരു മില്ലിമീറ്റർ ഒക്കെ അനങ്ങാം. ഓക്കെ, ഇത് സ്റ്റാച്ചു അല്ല. എത്തണില്ല, അതുകൊണ്ടാ. എത്തിച്ചേരാൻ വെയിറ്റ്. അയ്യോ ആ കടിക്കട്ടെ. അങ്ങനെ അങ്ങനെ തന്നെ. ഓയ്യോ വായല് മൊത്തം സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കുവാ. ചവച്ചിട്ടേ ഇവിടുന്ന് പോയാ മതി. ഇവിടെ മക്കളെ എപ്പോഴുള്ള അഭിനയം തുടങ്ങിയിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലായി ഇത് ചവച്ചാളെ. ഓ അയ്യോ യു ഈറ്റ്. ഓക്കെ അറിയോ? ഓക്കെ ഇറങ്ങിപ്പോകുന്നു. അതെ കടിക്കാം. ഓക്കെ ഒരു പീസൊക്കെ കടിക്കാം. പഠിക്കാനുണ്ടോ? സ്ലോ തന്നെയാണ്, സ്ലോ. നിങ്ങളല്ലേ ഇത് ഫുള്ള് വായിലേക്ക് കയറൂലോ, അതിനകത്തിട്ട് പയ്യെ സ്ലോയിൽ ചേർക്കണം. അതെന്റെ ഇഷ്ടം. അയ്യോ അതെ വെറുതെ വായിൽ വെച്ചാ പോരാ, ചവച്ച ഇറക്കണേ. എന്നിട്ട് വായോടെ തുറന്ന് കാണിക്കണം. എടേ ഇവന് വായിൽ എത്തിയില്ലല്ലോ, എത്ര നേരായി ഇവിടെ തുടങ്ങി. അപ്പൊ മൂക്ക് കൂടെ കയറി പോയേ മുളക്. അരി ഓക്കെ ഓക്കെ അല്ലെങ്കിൽ കഴിച്ചാ മതി. അയ്യോ അയ്യോ സ്പീഡ് കൂടുന്നുണ്ടോ ചാർലിയുടെ? സ്പീഡ് കൂട്ടിയോ? ഇറക്കടാ നോട്ടെ, കാണിക്ക് വായാണ് നോട്ടെ. ആ ഇല്ലല്ലോ ഒരു പീസ് കൂടി ഉണ്ട്. ഇവിടെ എന്നെ തുടങ്ങി, ഇപ്പോഴാണ് എന്നെ തുടങ്ങിയത്. ഇപ്പോഴാണ് പീസ് കറക്റ്റ് കടിച്ചത്. ചത്തോ? ആ ഈ റോഡ് തീർന്നു, ഈ റോഡ് തീർന്നു കാഴ്ചൊക്കെ ഇവിടെ. അതല്ല എന്താ കാണിച്ചത്? ഇങ്ങനെ എന്താ കാണിച്ചത്? എന്റെ മൊത്തം പൗഡർ ഇവിടെ എരിഞ്ഞിരിക്കുകയാണ് ഗൈസ്. ഓക്കെ അപ്പൊ ഇതിനൊരു പരിഹാരമായിട്ട് നമുക്ക് അടുത്ത റൗണ്ട് ഒരു അടിപൊളി റൗണ്ടാണ് ഗൈസ്. ഓക്കെ സോ ലെറ്റ്സ് ഗോ. യെസ് ഗൈസ് ഓക്കെ അപ്പൊ നമ്മുടെ ചാലഞ്ചിലെ അടുത്ത റൗണ്ടിലോട്ട് പോകുമ്പോൾ മോനെ ഓക്കെ ആണോ മോനെ? എല്ലാം റെഡി അല്ലേ? ആ ഗൈസ് അപ്പൊ കഴിഞ്ഞ റൗണ്ട് നല്ല എരിവായതുകൊണ്ട് ഈ റൗണ്ട് നല്ല മധുരമാണ് ഗൈസ്. ഓക്കെ ഓവർ മധുരമുള്ള സാധനമാണ്. ഇതിന്റെ പേരെന്താണ്? മറ്റേ രസഗുള ഗൈസ്. ഓക്കെ രസഗുളയാണ് ഇത്, ഗുലാബ് ജാമു പോലത്തെ വേറെ ഐറ്റം. ആദ്യം ആരും തുറക്കും? ആന്ന് തുറക്കും. നല്ല ഇത് ഫാസ്റ്റ് ഗൈസ്. ഓടി സത്യ അതായത് പെട്ടെന്ന് പെട്ടെന്ന് ചോദിച്ചെടുക്കുക. ഓക്കെ സ്ലോ ഗൈസ്. ഓക്കെ അപ്പോ നമ്മുടെ വക്രിക്ക് മീഡിയ ആണ് ഗൈസ് കിട്ടിയിട്ടുള്ളത്. സോ അപ്പൊ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. അപ്പോ 3, 2, 1 കൊമ്പ സ്പീഡാണ്, ഫാസ്റ്റ് ആണ്. കഴിച്ചോ, അടിച്ചു കയറ്റിയോ, ഒന്നും നോക്കണ്ട, ലീക്ക് ആക്കണ്ട. ഇവിടെ 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 എന്ത് പറ്റി ബ്രോ? ഛർദിക്കരുത് ഛർദിക്കരുത് ഛർദിക്കരുത്. ഇതിന്റെ മൂക്കൊക്കെ പൊത്തി പിടിച്ചേക്കുന്നേ. കൊട്ടല്ലേ കൊട്ടല്ലേ. ഇല്ല വേറെ എന്തെങ്കിലും ആലോചിച്ചിട്ട് കഴിച്ചാൽ മതി, പ്രശ്നമില്ല. വേറെ എന്തെങ്കിലും ആലോചിച്ചിട്ട് കഴിച്ചാൽ മതി, അപ്പൊ പ്രശ്നം ഉണ്ടാവില്ല. ഇത് ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല. എന്ത് ടേസ്റ്റ് ആണത്? എന്തൊരു ബാട്ടമല്ല സ്മെല്ലടാ അതിന്റെ ചവച്ചിട്ട്. എനിക്കറിയത്തില്ല അത് അങ്ങനെയാണ്. ഞാൻ ആദ്യമായിട്ട് കഴിക്കണേ. ആ അതിന്റെ പ്രശ്നം ഇത് ഓക്കെയല്ല. കഴിഞ്ഞ റോഡിന്നൊക്കെ എപ്പോഴാണ് വരുന്നത് എഫക്ട്? ഇല്ലടാ മോനെ അത് ഇറങ്ങിപ്പോയാ കൂടെ മറ്റേത് ഇറങ്ങിപ്പോയി. അല്ല മുളക് ഫുള്ളായിട്ട് വാരിടാൻ പറ്റില്ലായിരുന്നല്ലോ, പിന്നെ എന്തിനാ ഇത് മാത്രം ഫുള്ളായിട്ട് വാലിട്ടെ? ഇങ്ങനെ ഇത്ര നിൽക്കുന്നു. യെസ് ഗായ്സ് ഓക്കെ അപ്പൊ നമ്മുടെ ഈ ഒരു ചാലഞ്ചിലെ അവസാനത്തെ റൗണ്ട് നോക്കുമ്പോൾ നമ്മളൊരു അടിപൊളി കിടിലൻ ബർഗർ എന്തായാലും നല്ല ക്രഞ്ചിയെ തോന്നുന്നു. ക്രഞ്ചി അല്ലത്, സോ ഫൈൻ ഗൈസ്. അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ ചാലഞ്ചിൽ അവസാനത്തെ റൗണ്ട് അല്ലേ? ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ പേപ്പർ ഇടാം. സ്ലോ കിട്ടുന്ന ആള് വട്ടത്തിൽ വാസ്കോ. അയ്യോ ബർഗർ കാണുമ്പോ വാസ്കോയ്ക്ക് ഓർമ്മ വരുന്നത്. ഓക്കെ 3, 2, 1 ഓക്കെ ആദ്യം നമ്മുടെ ചാർലി തുറക്കുന്നതായിരിക്കും. ഇത് പോടാ ഒന്ന്. അത് ഫാസ്റ്റ് ഉറപ്പ്. മീഡിയ നീ രക്ഷപ്പെട്ടു പോലെ മാറ്റി ട്വിസ്റ്റ് നമ്മൾ നടത്തിയായിരുന്നു. നിങ്ങളെന്തായാലും കഴിക്കുന്നില്ലല്ലോ, ഞാൻ കഴിക്കട്ടാ. അതൊക്കെ ശരി. ഈ കഴിക്കുന്ന റൗണ്ട് ശരിക്കുള്ള സ്ലോ ആയിരിക്കണം കേട്ടല്ല. ശരിക്കും എങ്ങനെയാണ് സ്ലോല് കഴിക്കുക അതുപോലെ സ്ലോല് കഴിക്കുക. മുളക് കഴിച്ചില്ല അതുപോലെ ചെറുതായിട്ട് കടിച്ചു. 3, 2, 1 സ്ലോ ആയിരിക്കണേ. ഫാസ്റ്റ് ആയിക്കഴിഞ്ഞാൽ പണിഷ്മെന്റ് ആണ്. ഞാൻ സ്പീഡ് കൂടരുത് പയ്യെ. നീ മീഡിയം ആണ്.
കൊമ്പ എത്തിയില്ലേ ഞാൻ കൊമ്പന്റെ കയ്യും തലയും ഇങ്ങനെ ഒരുമിച്ച് അങ്ങോട്ട് വന്ന് അങ്ങനെ നോക്കിക്കോണേ ചാലി നോക്കിക്കോണേ. ഇന്ന് ഇവിടെ നീടി അയക്കാൻ ഇവിടെ അടിയാണ്. ആ മുറിഞ്ഞു. ഇത് താത്തക്ക് പോട്ടെ. പോണോ? താത്തക്ക് പോണം. ആ പിന്നെ പോണ്ടല്ലോ, ഒരു കടി അടിച്ചില്ലേ? ഒന്ന് വണ്ടി കേട്ടം കയറുന്നോ? ഫുള്ള് കഴിച്ചിറക്കിട്ട് അടുത്ത കഴിക്കണം. അതന്നെ സ്ലോ എന്ന് പറഞ്ഞ മുളക് തീറ്റ അതായിരുന്നു സ്ലോ. എന്തിനാ ഒരു പുറകെ മൊത്തം വെള്ളോട്ടിട്ട അത് ചവച്ച് ഇറക്കണം കേട്ടോ. ചാപ്പിട് 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 തമ്പി ചാപ്പിട്. നിന്റെ കഴിഞ്ഞോ? മീഡിയല്ലേ ഫസ്റ്റ്. ഓ അത് ശരിയാണല്ലോ. മീഡിയം ആണ് കഴിച്ചത്, അത് ഞാൻ മറന്നുപോയി. അവിടെ തീർക്കാവുന്ന അവന്റെ കഴിച്ചാൽ നമുക്ക് കഴിക്കാൻ പറ്റില്ല മണ്ട. തീർത്ത് കഴിഞ്ഞാൽ മൊത്തം നിന്നാലോ? പെട്ടെന്ന് പെട്ടെന്ന് തിന്ന്. ആ പെട്ടെന്ന് 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 തിന്ന്. പെട്ടെന്ന് തിന്ന്. അവർക്ക് പിന്നെ തിന്നാൻ പറ്റൂല. ഫാസ്റ്റിന് വേണ്ടി എനിക്ക് പണി തരാൻ വേണ്ടിട്ടേ. മനസ്സിലായി ഐഡിയ. അത് പിന്നെ വിറ്റ കാട്ടുണ്ടായിട്ടുണ്ട്. അവിടെ നോക്കട്ടെ, എന്തായാലും 100 ഉറുപ്പിക എടുക്ക്. ബർഗർ ഏറ്റവും ഇഷ്ടമുള്ള ആളാ. അവനക്ക് സ്ലോ കിട്ടിയാ അതല്ലേ. ഇവിടെ ഒരാൾക്ക് സ്ലോ കിട്ടി, ഒരാൾക്ക് മീഡിയം കിട്ടി. അണ്ണ ഫാസ്റ്റ് കിട്ടിയെന്ന് പറഞ്ഞു സ്ലോ സ്പീഡാവുന്നുണ്ടോ? ഇല്ലല്ലോ. ഇത് വായ പറഞ്ഞതാ. ഇയാളൊക്കെ നോക്കണമെങ്കിൽ സ്പെഷ്യലി ഒരാൾ ആ ഇവനക്ക് ഒറ്റക്കായിട്ട് വേറെ ക്യാമറ വെക്കണം, ഒരാളെ വെക്കേണ്ടി വരും. ഇവന് കളകളി കളിക്കണ്ടോ നോക്കാൻ. ആരും ഈ സാധനം മുക്കിയില്ല കേട്ടോ. ഞാൻ പറയൂല. വേണ്ട. പൗഡറിന് മുക്കി ചവച്ച് തിന്ന്. ഇതിന് മാത്രം തീരാത്തന്തടാ. അവര് തീർന്നാൽ പിന്നെ നമുക്ക് ആരും കഴിക്കാൻ പറ്റില്ല കേട്ടോ. ചാല് പെട്ടെന്ന് പെട്ടെന്ന് തിന്ന് തീർക്കണം, പെട്ടെന്ന് തിന്ന് തീർക്കി ഇറക്ക്. ആ ഞാൻ കേനാ കേനാ സമയം തീർന്നുണ്ട്, സമയം തീർന്നിട്ടുണ്ട്. കഴിച്ചു നോക്കിയാ ഒരു പറകന്റെ പകുതി ഇവിടെയും ഏറെക്കുറെ പകുതിയും. പക്ഷെ ഇത് കുറച്ചധികം തിന്നല്ലേ. അത് വലിയ വലിയതുണ്ട്. ലാസ്റ്റത്തെ റൗണ്ടിൽ 2 സ്ലോ കിട്ടിയതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഞാൻ കിട്ടിയല്ലോ, സ്ലോയിലും കിട്ടില്ല. ഞാൻ വിചാരിച്ചു കിട്ടും, ഒന്നും കിട്ടില്ല, കഴിക്കില്ലെന്നായിരുന്നു ഇടുന്നതാണ്. പക്ഷെ അത് കൊടുത്താൽ മതിയായിരുന്നല്ലേ. ഇവിടെ പിന്നെ ഫുൾ സ്ലോ ആയതുകൊണ്ട് കുഴപ്പമില്ല. അതുപോലെ തന്നെ എന്തായാലും നമ്മുടെ ചാലഞ്ച് കാഴ്ചയൊക്കെ അവസാനിച്ചിരിക്കുക. കാഴ്ചയൊക്കെ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ ചാലഞ്ച് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു കിടിലൻ ചാലഞ്ചും വ്ലോഗും ആയിട്ടൊക്കെ നമ്മൾ വരുന്നതായിരിക്കും. അതുവരെ ടാറ്റാ.